ഹായ് സുഹൃത്തുക്കളെ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ കഴിഞ്ഞു. ഇനി അതേ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മറ്റൊരു പുതിയ പരീക്ഷ വരുന്നുണ്ട്, റിസർച്ച് ഓഫീസർ. ഇതും എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്ക് തന്നെയുള്ള നിയമനമാണ്. കൂടുതൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിലെ റിസർച്ച് ഓഫീസർ എന്നുള്ള തസ്തിക. ഇത് സ്റ്റേറ്റ് വൈഡ് നിയമനമാണ്. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് വൈഡ് ആയിരുന്നു, ഇത് സ്റ്റേറ്റ് വൈഡ് നിയമനമാണ് വരുന്നത്. അപ്പൊ ഈ തസ്തികയെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ എന്നായിരുന്നു, ആ തവണത്തെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതിനുവേണ്ടി പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ പറയട്ടെ, ഈ പരീക്ഷയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഇത് എങ്ങനെ പഠിക്കണം എന്നറിയാനും ഒക്കെ ആയിട്ട് i+ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, തയ്യാറെടുക്കേണ്ടത്, ഈ ഒരു ജോലിക്കായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ ചോദ്യം. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ 2020 വന്നത്, 138/2020 എന്നുള്ള കാറ്റഗറി നമ്പറിൽ 2020 വന്നത്. 5 വർഷം പിന്നിട്ടിരിക്കുന്നു അല്ലെ. അപ്പോൾ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പിന്നീട് പരീക്ഷ നടന്നു. 2022 പരീക്ഷ നടന്ന് 2023 റാങ്ക് ലിസ്റ്റ് വന്നു. നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്, പക്ഷെ അടുത്ത വർഷം ആദ്യം തന്നെ ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ, ഈ വർഷ അവസാനം തന്നെ വരാനുള്ള സാധ്യതയാണുള്ളത്. ഇനി ഈ വർഷം അവസാനം വന്നില്ലെങ്കിൽ തന്നെയും അടുത്ത വർഷം തുടക്കത്തിൽ തീർച്ചയായിട്ടും ഈ നോട്ടിഫിക്കേഷൻ വരും. കാരണം ഈ അടുത്ത റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോഴത്തേന് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അതിനുള്ള സമയപരിധി ഓൾറെഡി അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ റിസർച്ച് ഓഫീസർ, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്കുള്ള റിസർച്ച് ഓഫീസർ എന്നുള്ളതാണ് തസ്തികയുടെ പേര്. സ്റ്റേറ്റ് വൈഡ് നിയമനമാണ്. 36,600 മുതൽ 79,200 വരെ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ സാലറി സ്കെയിൽ. ഇത്തവണ തീർച്ചയായിട്ടും അത് ഇൻക്രീസ് ചെയ്യും. 36 വയസ്സാണ് ജനറൽ കാറ്റഗറിയിലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST OBC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി PG വേണം. ഏതില്? ഫസ്റ്റ് ക്ലാസ് PG അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് മാർക്കോട് കൂടി PG വേണം. ഏതൊക്കെ സബ്ജക്റ്റുകളിൽ? എക്കണോമിക്സിൽ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ. ഈ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്നില് നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതായിരുന്നു കഴിഞ്ഞ തവണത്തെ ക്വാളിഫിക്കേഷൻ. ഇത്തവണ അതിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതായത് നിങ്ങൾ MA എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, MSc മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ബാച്ചിലർ ലെവലിൽ, അതായത് ഡിഗ്രി തലത്തിൽ നിങ്ങൾ സ്റ്റാറ്റും കൂടെ പഠിച്ചിട്ടുണ്ടാവണം. ഒരു വിഷയമായിട്ട് സ്റ്റാറ്റും കൂടെ പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്സ് പഠിച്ച PG, മാത്തമാറ്റിക്സിലാണ് നിങ്ങളുടെ PG എങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സമയത്ത് ഒരു പേപ്പറായിട്ട് എന്തുകൂടെ പഠിച്ചിരിക്കണം? സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ പഠിച്ചിരിക്കണം എന്നുള്ളത് നമ്മൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. 2023 ജൂലൈയിൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് ആണ്. 17 പേർക്ക് അതിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും അതിൽ സമയമുണ്ട് അഡ്വൈസുകൾ പോകാൻ. അപ്പോൾ അത്യാവശ്യം വേക്കൻസികളൊക്കെ വരുന്ന ഒരു പോസ്റ്റാണ്. മികച്ച പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള PG ലെവലിലുള്ള അത്യാവശ്യം നല്ല സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടി എന്താണ് പഠിക്കേണ്ടത്? അപ്പോൾ സിലബസിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ഞാൻ പറയാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രേക്കപ്പുകൾ, അതുപോലെ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് വെബിനാറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെബിനാർ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലുമായിട്ട് വെബിനാർ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം കൊടുത്തിട്ടുണ്ട്. ഇപ്പം 4 പാർട്ടുകളായിട്ടാണ് സിലബസ് തിരിച്ചിട്ടുള്ളത്. പാർട്ട് 1 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും സ്റ്റാറ്റിനാണ്. 40 മാർക്കാണ് സ്റ്റാറ്റിനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാറ്റ് പഠിച്ചിട്ടുണ്ട്. അതിനോട് ചേർത്ത് വെച്ച് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചാൽ ഈ പരീക്ഷയ്ക്കുള്ള പോർഷൻസ് ആയി. ഇനി പാർട്ട് 2 എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന് 30 മാർക്കാണ് ഉള്ളത്. പാർട്ട് 3 മാത്തമാറ്റിക്സ് ആണ്. 20 മാർക്കാണ് മാത്തമാറ്റിക്സിനുള്ളത്. പാർട്ട് 4 എന്ന് പറഞ്ഞാൽ GKയും കറണ്ട് അഫയേഴ്സും കേരള റെനേസൻസും എല്ലാം കൂടെ ചേർത്ത് 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഇത് കഴിഞ്ഞ തവണത്തെ സിലബസ് അനുസരിച്ച് ഇതായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇത്തവണയും ഇതിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇത് വെച്ചിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കാന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഒരുപാട് പേര് മുന്നിലെത്തും. അപ്പൊ ഈ മത്സരത്തിൽ ആദ്യമേ എത്തണമെങ്കിൽ ആദ്യമേ പഠിച്ചു തുടങ്ങുക. i+ന്റെ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെബിനാറിൽ ഫില്ല് ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ഉണ്ട്. ഫില്ല് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു സർക്കാർ ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.